ഹായ് ചെങ്ങായിമാരെ, ഇന്നത്തെ യാത്ര തിരുനെല്ലിക്കാട്ടോ. അങ്ങനെ നമ്മളിതാ പനവല്ലി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് തിരിഞ്ഞാൽ പനവല്ലിക്ക് പോവാ. പനവല്ലി അപ്പപ്പാറ റൂട്ടാണ്. ആ വഴി തിരുനെല്ലിക്കും പോവാട്ടോ. ഇത് മെയിൻ ഉള്ള സർവാണി തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മൾ ഇനി അടുത്ത യാത്ര ഇവിടുന്ന് നമ്മളെ പനവല്ലി സർവാണിയിലെ കുണ്ട്രപ്പാലാണ്. കഴിഞ്ഞ പ്രളയത്തില് ഈ പാലം ഒലിച്ചുപോയി ഡാമേജ് ഒക്കെ ആയത് ആ പാലാണ്. ഇത് രണ്ടാമത് റീകണ്ടീഷൻ ചെയ്ത് ഇത് നമ്മളെ സർവാണിന്ന് തിരുനെല്ലിയിലേക്ക് പോകുന്ന വഴിയിലുള്ളൊരു പാലാണ് കേട്ടോ. ഞാനിതപ്പോ ഇക്കരയ്ക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. മാരിക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഈ കുണ്ട്രപ്പാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലത്തുനിന്ന് മാരിക്കൊല്ലിയിലേക്ക് നടപ്പാലമായിട്ടാണ് ഇത് കാളിന്തിപ്പുഴ കേട്ടോ. കാളിന്തിപ്പുഴന്റെ തീരത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ കാളിന്തിപ്പുഴ തുടങ്ങുന്ന സ്ഥലം എന്ന് വെച്ചാൽ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് തിരുനെല്ലി പാവനാശിയിൽ നിന്ന് ഒഴുകി വന്ന് അത് തിരുനെല്ലി വഴി വന്ന് സർവാണിയിലേക്ക് വന്ന് ചേർന്ന് ഞാൻ ഇപ്പോൾ സർവാണിയിലാണ് നിൽക്കുന്നത്. ഇത് കാളിന്തിപ്പുഴ എന്നാണ് പറയാ കേട്ടോ. ഉള്ളത് തിരുനെല്ലി കൂഞ്ഞിപ്പാറ LP സ്കൂളിന് മുമ്പിലാട്ടോ ഉള്ളത്. അതുപോലെ തന്നെ കേട്ടോ ഇവിടെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. കൂഞ്ഞിപ്പാറ ഭഗവതി ക്ഷേത്രം കേട്ടോ. തിരുനെല്ലി അമ്പലത്തിന്റെ പരിസരത്ത് എത്തി കേട്ടോ. ഇവിടെ ഇപ്പൊ നിലവിൽ നടയൊക്കെ അടച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് കയറാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് കാണാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പം നട തുറക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 5:45 അടുത്തൊക്കെ ആയിരിക്കും നട തുറക്കുന്നത്. അതിനെപ്പറ്റി സമയം കാര്യങ്ങളും നടന്നിട്ടോ. അപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്കിപ്പോൾ ഇതൊന്ന് പകർത്തിയിട്ട് പോകാന്നുള്ള കണ്ടീഷൻ തന്നെ കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.